അനുനാക്കി 29-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉത്തരമില്ലാത്ത ഏതാനും കഥകളാണ്. അതിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഒരു കാര്യം സങ്കല്പിക്കണം. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും രാത്രിയോ പകലോ യുക്തിപരമായിട്ട് വിശദീകരിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പ്രതിഭാസം കാണുകയാണെന്ന് കരുതുക. ഭൗതികശാസ്ത്ര നിയമങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ അതിവേഗം സഞ്ചരിക്കുന്ന പ്രകാശ ബിന്ദുക്കളോ അല്ലെങ്കിൽ നിശബ്ദമായിട്ട് വായുവിൽ ഒഴുകി നടക്കുന്ന UFOകളോ കണ്ട് ഒരു നിമിഷം നിങ്ങൾ സ്വയം ചോദിച്ചു പോയിരിക്കാം, പടയപ്പ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഞാൻ ഈ കാണുന്നത് സത്യം തന്നെയാണോ? അത്തരം ഒരു വിചിത്ര കാഴ്ച കണ്ട ശേഷം ഭയവും അത്ഭുതവും വിട്ടുമാറാതെ നിങ്ങൾ ഇരിക്കുകയാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല, സ്വന്തം ഭാര്യയോട് പോലും. തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ വീട്ടുപടിക്കൽ ഒരു അപരിചിതൻ വരികയാണ്. നിങ്ങൾ കണ്ട ആരോടും ഇതേവരെ പറയാത്ത ആ രഹസ്യം അയാൾക്ക് മുൻകൂട്ടി അറിയാം. അതേക്കുറിച്ച് സംസാരിക്കുവാനും ഒപ്പം നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കുവാനുമാണ് അയാൾ വന്നത്. അതെ, അങ്ങനെയുള്ള നിഗൂഢ മനുഷ്യരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അവരാണ് മെൻ ഇൻ ബ്ലാക്ക്. മുൻകൂട്ടിയുള്ള യാതൊരു അറിയിപ്പും കൂടാതെയാണ് അവർ വരിക. പട്ടി കയറി കിട്ടുവാനും പൊട്ടന് ലോട്ടറി അടിക്കുവാനും പ്രത്യേകിച്ച് സമയം വേണ്ടല്ലോ. എന്നിട്ടും എനിക്ക് ലോട്ടറി അടിക്കുന്നില്ല. അതാണൊരു സങ്കടം. എപ്പോഴേലും അടിക്കുമായിരിക്കും. അവരുടെ കൈകളിൽ ഒഫീഷ്യലായിട്ടുള്ള ഐഡന്റിറ്റി കാർഡോ സെർച്ച് വാറണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ നിങ്ങളെ എങ്ങനെ കണ്ടെത്തിയെന്നോ നിങ്ങൾ കണ്ട അതീവ രഹസ്യമായിട്ടുള്ള കാര്യം അവർ എങ്ങനെ അറിഞ്ഞുവെന്നോ അങ്ങനെ തുടങ്ങി ഒന്നിനും ഒരു വിശദീകരണവും അവർ നിങ്ങളോട് പറയില്ല. സാധാരണയായിട്ട് ഇത്തരം അമാനുഷികമായിട്ടുള്ള കാഴ്ച കണ്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അതാണ് ചരിത്രം. അവരെ നേരിട്ട് കണ്ടിട്ടുള്ള, അവരെക്കുറിച്ച് പബ്ലിക്കായിട്ട് സംസാരിക്കുവാനായിട്ട് ധൈര്യമുള്ള ആളുകളെല്ലാം ഇവരെക്കുറിച്ച് പറയുന്നത് ഒന്നുപോലെയാണ്. കറുത്ത കോട്ടും സ്യൂട്ടും കറുത്ത ടൈയും കറുത്ത ഹാറ്റും കറുത്ത സൺഗ്ലാസും ധരിച്ച മനുഷ്യരെ പോലെ ഉള്ളവരാണിവർ. അവരുടെ മുഖം അമിതമായിട്ട് വിളറിയാണ് കാണപ്പെടുക. ഒരു റോബോട്ടിനെ പോലെ അവരുടെ മുഖം വികാരശൂന്യമായിരിക്കും. മനുഷ്യർ സംസാരിക്കും പോലെയല്ല അവർ സംസാരിക്കുക. ഒരു റോബോട്ട് സംസാരിക്കും പോലെ ആയിരിക്കും. അവർ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഇനി പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പരിപൂർണമായിട്ട് മാഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒന്നും മാഞ്ഞു കിട്ടിയിരുന്നുവെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഹോളിവുഡിൽ ഇറങ്ങിയ വിൽ സ്മിത്തിന്റെ മെൻ ഇൻ ബ്ലാക്ക് സിനിമയും അതിലെ കഥാപാത്രങ്ങളും വെറും സയൻസ് ഫിക്ഷൻ കോമഡിയല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ ചില മനുഷ്യർ നേരിട്ട ഭയാനകമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ്, മെൻ ഇൻ ബ്ലാക്ക് എന്ന പേര് ആദ്യമായിട്ട് രൂപപ്പെടുന്നതിനും അനേകം വർഷങ്ങൾക്ക് മുൻപ് ചില ആളുകൾക്കുണ്ടായ വിശദീകരണമില്ലാത്ത അനുഭവങ്ങളാണ് ഈ എപ്പിസോഡ്. മെൻ ഇൻ ബ്ലാക്ക് എന്ന സിനിമ എടുത്തതും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്. ഒന്നാമത്തെ കഥ ആൽബർട്ട് ബെൻഡറും മെൻ ഇൻ ബ്ലാക്കും. വർഷം 1953. കണറ്റിക്കട്ടിലെ ബ്രിഡ്ജ് ബോട്ടിൽ താമസിക്കുന്ന ആൽബർട്ട് ബെൻഡർ എന്ന വ്യക്തി UFO, ഏലിയൻ അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരു UFO ഗവേഷകൻ എന്ന് ഇയാളെ വിശേഷിപ്പിക്കാം. ഈ വിഷയത്തിലുള്ള താല്പര്യം കാരണം അദ്ദേഹം ഇന്റർനാഷണൽ ഫ്ലൈയിങ് സോസർ ബ്യൂറോ, അതായത് IFSB എന്ന പേരിൽ ഒരു UFO ഗവേഷണ സംഘടന ഉണ്ടാക്കി. അക്കാലത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഗൗരവത്തോടെയാണ് അദ്ദേഹം ഇതിനെ സമീപിച്ചത്. ലോകമെമ്പാടുമുള്ള ആളുകളുമായിട്ട് കത്തുകൾ വഴി ഒരു വലിയ നെറ്റ്വർക്ക് അദ്ദേഹം ഉണ്ടാക്കി. സ്പേസ് റിവ്യൂ എന്ന പേരിൽ സ്വന്തമായിട്ടൊരു ന്യൂസ് ലെറ്റർ എല്ലാ മാസവും പബ്ലിഷ് ചെയ്തു. ആകാശത്ത് കാണപ്പെടുന്ന വിചിത്ര വസ്തുക്കളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ നൽകുന്ന വിശദീകരണങ്ങൾ അതെല്ലാം വെറും കള്ളമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ അംഗങ്ങളായി. അങ്ങനെ ഇരിക്കെ 1953 ന്യൂ ഇംഗ്ലണ്ടിന് മുകളിലായിട്ട് അസാധാരണമായിട്ടുള്ളൊരു തീഗോളം പ്രത്യക്ഷപ്പെടുകയും അത് തകർന്നു വീഴുകയും ചെയ്തു. ആ തീഗോളം തകർന്നു വീണ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ള ഒരാൾ അസാധാരണമായിട്ടുള്ള കുറച്ച് അവശിഷ്ടങ്ങൾ ശേഖരിച്ചു. പിന്നെ അത് ആൽബർട്ട് ബെൻഡർക്ക് വളരെ സീക്രട്ടായിട്ട് എത്തിച്ചു കൊടുത്തു. അക്കാലത്ത് UFO പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് ബെൻഡറുടെ ഇന്റർനാഷണൽ ഫ്ലൈയിങ് സോസർ ബ്യൂറോയ്ക്ക് പ്രത്യേക പ്രതിനിധികൾ ഉണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച ലോഹക്കഷ്ണങ്ങൾ സാധാരണ ലോഹങ്ങളല്ലെന്ന് മനസ്സിലാക്കിയ ബെൻഡർ അത് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വേണ്ടി തന്റെ ലാബിൽ സൂക്ഷിച്ചു. ആൽബർട്ട് ബെൻഡർ ആ ലോഹക്കഷ്ണങ്ങൾ പരിശോധിച്ചതിന് തൊട്ടു പിന്നാലെ താൻ കണ്ടെത്തിയ വിവരങ്ങൾ തന്റെ മാഗസിനായ സ്പേസ് റിവ്യൂവിന്റെ 1953 ഒക്ടോബർ ലക്കത്തിൽ പബ്ലിഷ് ചെയ്യുവാനായിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി. ലോകത്തെ ഒന്നടങ്കം പിടിച്ചുലയ്ക്കുവാനായിട്ട് പോകുന്ന ഒരു വൻ വെളിപ്പെടുത്തലായിരിക്കും അതെന്നാണ് അദ്ദേഹം തന്റെ കൂട്ടുകാർക്ക് നൽകിയ സൂചന. ബെൻഡർ തന്റെ മാഗസിനിലൂടെ പുറത്തുവിടുവാനായിട്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അത് ഇവയായിരുന്നു. 1. UFOകളുടെ യഥാർത്ഥ ഉറവിടം. ഭൂമിയിൽ കാണപ്പെടുന്ന UFOകൾ എവിടെ നിന്നുമാണ് വരുന്നത് എന്നും അവയെ നിയന്ത്രിക്കുന്ന ജീവികളുടെ ലക്ഷ്യം എന്താണെന്നും തനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചുവെന്ന് ബെൻഡർ അവകാശപ്പെട്ടു. സർക്കാർ പറയും പോലെ അവ വെറും തോന്നലുകളോ അതുപോലെ പ്രകൃതി പ്രതിഭാസങ്ങളോ അല്ലെന്നും ഭൗതികശാസ്ത്രത്തിന് നിരക്കാത്ത സാങ്കേതിക വിദ്യയാണെന്നും അദ്ദേഹം കണ്ടെത്തി. 2. ലോഹ കഷ്ണങ്ങളുടെ വിചിത്ര ഘടന.
തനിക്ക് ലഭിച്ച ആ ലോഹ കഷ്ണങ്ങൾ ഭൂമിയിലുള്ള ഒരു മൂലകത്തോട് സാമ്യമുള്ളതല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന് വളരെയധികം ഭാരക്കുറവും അസാധാരണമായിട്ടുള്ള ബലവും അതുപോലെ നല്ല വഴക്കവും ഉണ്ടായിരുന്നു. ലബോറട്ടറിയിലെ ചൂടും മാഗ്നറ്റിക് പവറും ഉപയോഗിക്കുമ്പോൾ അത് കാണിക്കുന്ന വിചിത്രമായിട്ടുള്ള പ്രതികരണങ്ങളും അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. 3. രഹസ്യം ഒടുവിൽ ഇതാ പുറത്തു വരുന്നു എന്ന മുന്നറിയിപ്പ്. തൻ്റെ മാഗസിന്റെ മുൻപത്തെ ലക്കത്തിൽ, അതായത് ജൂലൈ ലക്കത്തിൽ, ബെൻഡർ വായനക്കാർക്ക് ഒരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു. വരുവാൻ പോകുന്ന ഒക്ടോബർ ലക്കത്തിൽ UFO രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന അന്തിമ റിപ്പോർട്ട് താൻ പബ്ലിഷ് ചെയ്യും. അത് വലിയൊരു മാറ്റത്തിന് കാരണമാകുമെന്നും അദ്ദേഹം എഴുതി. എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യം ഇതായിരുന്നു. തൻ്റെ റിപ്പോർട്ട് അച്ചടിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ ഒരു ദിവസം രാത്രി 3 നിഗൂഢ മനുഷ്യർ ബെൻഡറുടെ കിടപ്പ് മുറിയിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്: നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ വലിയൊരു സത്യമാണ്, എന്നാൽ അത് പുറം ലോകം അറിയുവാനായിട്ട് പാടില്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഇത്രയും പറഞ്ഞ ശേഷം അവർ വന്നതുപോലെ അപ്രത്യക്ഷമായി. അവർ വന്നതും അതുപോലെ പോയതും എങ്ങനെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. വായുവിൽ നിന്നും പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തതുപോലെയായിരുന്നു അവരുടെ നീക്കങ്ങൾ. അവരുടെ അമാനുഷികമായ ആ ഭീഷണിക്ക് മുൻപിൽ ഭയന്നുപോയ ബെൻഡർ തന്റെ റിപ്പോർട്ട് പൂർണ്ണമായും നശിപ്പിച്ചു. മാഗസിന്റെ ഒക്ടോബർ ലക്കത്തിൽ ആ വലിയ വെളിപ്പെടുത്തലിന് പകരം തന്റെ സംഘടന പിരിച്ചുവിടുകയാണെന്ന ചെറിയൊരു അറിയിപ്പ് മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ അറിയിപ്പിൽ അദ്ദേഹം തന്റെ വായനക്കാർക്ക് വേണ്ടി ഒരു വരി കൂടി പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു. അതിൽ നിന്നും മനസ്സിലാകേണ്ടവർക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കരുതെന്ന് ഉയർന്ന തലങ്ങളിൽ നിന്നും എനിക്ക് കർശനമായിട്ടുള്ള ഉത്തരവ് കിട്ടിയിരിക്കുന്നു. ഫ്ലൈയിങ് സോസറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒക്ടോബർ ലക്കത്തിലെ ആ വലിയ ലേഖനം ഇനി ഒരിക്കലും പുറത്തു വരില്ല. ഇതിനുശേഷം നീണ്ട 10 വർഷക്കാലം ആൽബർട്ട് ബെൻഡർ ഈ വിഷയത്തിൽ പൂർണ്ണ മൗനം പാലിച്ചു. ഭയപ്പെടുത്തുന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആൽബർട്ട് ബെൻഡറുടെ ജീവിതവും മാനസികാവസ്ഥയും പൂർണ്ണമായിട്ട് മാറിമറിഞ്ഞു. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നുപോലെ ഭയപ്പെടുന്ന മാറ്റങ്ങളായിരുന്നു അത്. ആ 3 മനുഷ്യർ മുറിയിൽ നിന്നും അപ്രത്യക്ഷമായതിന് തൊട്ടു പിന്നാലെ ബെൻഡർ വലിയ മാനസിക സമ്മർദ്ദത്തിലായി. കടുത്ത ഭയവും പാനിക് അറ്റാക്കുകളും എപ്പോഴും ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന പേടിയും അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. ജനലിലൂടെ പുറത്തേക്ക് നോക്കുവാൻ പോലും അദ്ദേഹം ഭയപ്പെട്ടു. അതോടൊപ്പം കടുത്ത തലവേദനയും ദഹനക്കുറവും അദ്ദേഹത്തെ അലട്ടി. പലപ്പോഴും ആഹാരം കഴിക്കുവാനായിട്ട് വിസമ്മതിച്ചു. മെൻ ഇൻ ബ്ലാക്കിനെ കണ്ടതും അയാൾക്ക് വലിയ ശ്വാസമുട്ടലുണ്ടായി. അതൊരു മാനസിക ആഘാതത്തിന് കാരണമായി. അതുവരെ കത്തുകളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും ലോകമെമ്പാടുമുള്ള UFO പ്രേമികളുമായിട്ട് സജീവമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ബെൻഡർ പെട്ടെന്ന് വീടിന്റെ വാതിലുകളും ജനലുകളും മറച്ച് സ്വയം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. കൂട്ടുകാർ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ കണ്ണുകൾ, എനിക്കിത് മറക്കുവാനായിട്ട് കഴിയുന്നില്ല. അവർ മനുഷ്യരല്ല. അത്ര മാത്രമാണ് അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവരോട് പറഞ്ഞത്. ബെൻഡർ തന്റെ സംഘടന പിരിച്ചുവിട്ടെന്ന വാർത്ത ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ വായനക്കാരെ ഞെട്ടിച്ചു. പിൽക്കാലത്ത് കാനഡ, മെക്സിക്കോ, ഇംഗ്ലണ്ട്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നിരവധി കത്തുകൾ കിട്ടി. ആ കത്തുകളിൽ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ബെൻഡറെ കൂടുതൽ ഭയപ്പെടുത്തി. കാനഡയിൽ നിന്നും ഒരു UFO കണ്ടയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ വീട്ടുപടിക്കൽ കറുത്ത വസ്ത്രം ധരിച്ച 2 പേർ വരികയും താനെടുത്ത ഫോട്ടോഗ്രാഫുകൾ തന്നില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ ശബ്ദം ഒരു റോബോട്ടിന്റെ പോലെയായിരുന്നു. മറ്റൊരു കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു: മെക്സിക്കോ മരുഭൂമിയിൽ വിചിത്ര വെളിച്ചം കണ്ടൊരു കർഷകനെ തേടി കറുത്ത ലക്ഷറി കാറിൽ ചിലർ വന്നു. അവർ സ്പാനിഷ് ഭാഷയാണ് സംസാരിച്ചത്. എങ്കിലും അത് സ്പെയിൻകാർ സംസാരിക്കും പോലെ അല്ലായിരുന്നു. കണ്ട കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അയാളുടെ കൃഷിയിടം കത്തിച്ചു കളയുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അതുപോലെ ലണ്ടനിലെ ഒരു അധ്യാപകൻ താൻ ഒരു പറക്കും തളിക കണ്ടതായിട്ട് പത്രത്തിൽ എഴുതിയിരുന്നു. തൊട്ടടുത്ത ദിവസം കറുത്ത കോട്ടിട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. ആ മനുഷ്യൻ ഒരിക്കൽ പോലും കണ്ണുകൾ ചിമ്മിയില്ലെന്നും അതീവ വശീകരണ ശക്തിയോടെ തന്നെ നോക്കി മൗനം പാലിക്കുക എന്ന് ആജ്ഞാപിച്ചുവെന്നും അദ്ദേഹം ബെൻഡർക്ക് എഴുതി. മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തനിക്കുണ്ടായ അനുഭവമായിട്ട് വലിയ സാമ്യമുള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. നീണ്ട 9 വർഷം ബെൻഡർ ഈ കത്തുകൾക്കൊന്നും മറുപടി നൽകിയില്ല. എന്നാൽ 1962 അദ്ദേഹം തന്റെ മൗനം വെടിഞ്ഞു. ഫ്ലൈയിങ് സോസേഴ്സ് ആൻഡ് 3 മെൻ എന്ന പേരിൽ ഒരു ബുക്ക് എഴുതി. അതിൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ടും പറഞ്ഞിരുന്നു: എൻ്റെ അടുത്ത് വന്നത് ഏതെങ്കിലും സർക്കാർ ഏജന്റുകളായിരുന്നില്ല. അവരുടെ വിചിത്രമായിട്ടുള്ള ശരീരപ്രകൃതിയും വായുവിൽ അപ്രത്യക്ഷമാകുവാനുള്ള കഴിവും മനസ്സിലുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനുള്ള ടെലിപ്പതിക് പവറും എന്നെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി: അവർ ഈ ഭൂമിയിലുള്ള ജീവികളല്ല. അവർ മറ്റെവിടെയോ ഉള്ള അതീവ ശക്തരായ യജമാനന്മാരുടെ അടിമകളോ അല്ലെങ്കിൽ പ്രതിനിധികളോ ആണ്. ഈ പുസ്തകം പുറത്തു വന്നതോടെയാണ് മെൻ ഇൻ ബ്ലാക്ക് എന്നത് വെറും ഒരു അമേരിക്കൻ ഗോസിപ്പ് അല്ലെന്നും ലോകം എമ്പാടുമുള്ള UFO ദൃക്സാക്ഷികളെ ഒന്നുപോലെ വേട്ടയാടുന്ന ഒരു വലിയ ആഗോള പ്രതിഭാസമാണെന്നും ലോകം മനസ്സിലാക്കിയത്. ആ അനുഭവത്തെക്കുറിച്ച് ബെൻഡർ പിന്നീട് വിവരിച്ചത് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ്. അവർ മുറിയിൽ ഉണ്ടായിരുന്നപ്പോൾ വായുവിലെ ഓക്സിജൻ മുഴുവനും വറ്റിയതുപോലെ തോന്നി. ശ്വാസം എടുക്കുവാൻ പോലും തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ 3 പേരും ഒരേ അളവിലുള്ള കറുത്ത സ്യൂട്ടുകളാണ് ധരിച്ചിരുന്നത്. അവരുടെ മുഖം പിന്നീട് ഓർത്തെടുക്കുവാനായിട്ട് അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ കണ്ട മുഖം ഓർത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവ്യക്തമായിരുന്നു അത്.
അവരുടെ കണ്ണുകൾ വിചിത്രമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അവർ ബെൻഡറോട് UFO ഗവേഷണങ്ങൾ നിർത്തുവാനായിട്ട് ആജ്ഞാപിച്ചു. ആ ഭയം മൂലമാണ് അദ്ദേഹം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തൻ്റെ സംഘടന പിരിച്ചുവിടുകയും എല്ലാ ഗവേഷണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചവരോടൊക്കെ എന്നോട് ഇതൊക്കെ നിർത്തുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. ഞാൻ നിർത്തി. അത്രമാത്രമാണ് വർഷങ്ങളോളം അദ്ദേഹം പറഞ്ഞത്. എന്നാൽ 1962 ഫ്ലൈയിങ് സോഴ്സേഴ്സ് ആൻഡ് 3 Men എന്ന ബുക്ക് പുറത്തു വന്നതോടെ കാനഡ, മെക്സിക്കോ, ഇംഗ്ലണ്ട്, ഇറ്റലി, ന്യൂസിലൻഡ്, ചൈന തുടങ്ങി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നിരവധി കത്തുകൾ വരുവാൻ തുടങ്ങി. അവരെല്ലാവരും പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു. തങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരേപോലെയുള്ള കറുത്ത കോട്ടായിരുന്നു അവർ ധരിച്ചിരുന്നത്. അവർ വരുമ്പോൾ അന്തരീക്ഷം തണുക്കുവാനായിട്ട് തുടങ്ങും. തങ്ങളുടെ മുൻപിലുള്ളത് യഥാർത്ഥ മനുഷ്യരല്ല എന്ന തോന്നലുണ്ടാവും. അങ്ങനെയാണ് ആളുകൾ ഇവർക്ക് മെൻ ഇൻ ബ്ലാക്ക് എന്ന പേര് നൽകിയത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വേരുകൾ തേടിയാൽ ആൽബർട്ട് ബെൻഡറുടെ കഥയ്ക്കും ഏകദേശം 6 വർഷം പുറകോട്ട് പോകേണ്ടി വരും. അതായത് 1947 റോസ്വെൽ ഇൻസിഡൻറ്റിലേക്ക്. 1947 ജൂലൈ മാസം ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന സ്ഥലത്തുകൂടി മാക്ബ്രസൽ എന്ന കർഷകൻ തൻ്റെ കുതിരപ്പുറത്ത് പോകുമ്പോൾ അസാധാരണമായിട്ടുള്ള ചില അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടു. സർക്കാർ പിന്നീട് വാദിച്ചതുപോലെ ഒരു സാധാരണ വെതർ ബലൂണിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നില്ല അത്. പ്രകൃതി വിരുദ്ധമായിട്ട് ഭാരം കുറഞ്ഞതും അതുപോലെ എത്ര ചുരുട്ടിയാലും വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതുമായ വിചിത്രമായ ലോഹ ഫോയിലുകളും മനുഷ്യർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ചില ഹൈറോഗ്ലിഫിക്സ് മാർക്കിങ്സുമുള്ള അവശിഷ്ടങ്ങളായിരുന്നു അത്. ഈ വാർത്ത കാട്ടുതീ പോലെ വ്യാപിച്ചു. പ്രാദേശിക മിലിറ്ററി ബേസായ റോസ്വെൽ ആർമി എയർഫീൽഡ് തൊട്ടു പിന്നാലെ ഔദ്യോഗികമായിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. റോസ്വെല്ലിൽ ഒരു പറക്കും തളിക തകർന്നു വീണുവെന്നും സൈന്യം അത് വീണ്ടെടുത്തുവെന്നും അതിലവർ എഴുതി. എന്നാൽ കൃത്യം 24 മണിക്കൂറിനുള്ളിൽ മിലിറ്ററി ജനറലായ റോജർ റാമി ആ കഥ പൂർണ്ണമായിട്ട് മാറ്റി പറഞ്ഞു. അത് വെറും ഒരു വെതർ ബലൂൺ ആണെന്നും അത് പ്രൊജക്ട് മുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായ ബലൂൺ ആണെന്നും സർക്കാർ വാദിച്ചു. ആ 24 മണിക്കൂറും മാക്ബ്രസലിനെ സൈന്യം തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. എന്നാൽ അതിനുശേഷമാണ് UFO സാക്ഷികളുടെയും ഗവേഷകരുടെയും വീട്ടുപടിക്കൽ കറുത്ത കോട്ടിട്ടയും നിഗൂഢ മനുഷ്യർ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയത്. റോസ്വെൽ ഇൻസിഡന്റിനെ കുറിച്ച് അനുനാക്കി പരമ്പരയുടെ മുൻ എപ്പിസോഡുകളിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ കഥ മൗറി ഐലൻഡ് ഇൻസിഡന്റും ഹാരോൾഡ് ഡായ് എൻകൗണ്ടറും. ഈ മെൻ ഇൻ ബ്ലാക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രവർത്തന രീതികൾ എന്താണ്? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവർ ഒരിക്കലും ഒരു UFO കാണും മുൻപ് നിങ്ങളെ കാണുവാനായിട്ട് വരില്ല. UFO കണ്ടതിന് ശേഷം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. നിങ്ങൾ ഇതേക്കുറിച്ച് ആരോടും പറയും മുൻപേ ഈ കാര്യങ്ങൾ അവർ അറിയുന്നു. അതാണ് ആർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത നിഗൂഢത. ചരിത്രത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മെൻ ഇൻ ബ്ലാക്ക് ഇൻസിഡന്റ് നടക്കുന്നത് 1947 ജൂൺ 21 ലോക പ്രശസ്തമായ റോസ്വെൽ സംഭവത്തിന് കൃത്യം 3 ആഴ്ചകൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. 1947 ജൂൺ 21 വാഷിംഗ്ടണിലെ പുഗറ്റ് സൗണ്ടിലുള്ള മൗറി ഐലൻഡ് തീരത്താണ് ഈ സംഭവം അരങ്ങേറിയത്. മെൻ ഇൻ ബ്ലാക്ക് എന്ന കറുത്ത കോട്ടിട്ട നിഗൂഢ മനുഷ്യരെക്കുറിച്ച് ലോകം ആദ്യമായിട്ട് കേൾക്കുന്നത് ഹാരോൾഡ് ഡാ എന്ന സാധാരണക്കാരന്റെ അനുഭവത്തിലൂടെയാണ്. 1947 ജൂൺ 21 സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട്. ഹാരോൾഡ് ഡാ തന്റെ ബോട്ടിൽ മൗറി ഐലൻഡിന്റെ തീരക്കടലിൽ പെട്രോൾ നടത്തുകയായിരുന്നു. കടലിൽ ഒഴുകി നടക്കുന്ന തടികളും മറ്റ് അവശിഷ്ടങ്ങളും ശേഖരിക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. അന്ന് ബോട്ടിൽ ഹാരോൾഡിനെ കൂടാതെ അദ്ദേഹത്തിന്റെ കൗമാരക്കാരനായ മകനും അവരുടെ വളർത്തുനായും മറ്റൊരു ജീവനക്കാരനും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് അസാധാരണമായിട്ടുള്ള ചില ചലനങ്ങൾ ഹാരോൾഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മുകളിലേക്ക് നോക്കി അവർ കണ്ടത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു. ഏകദേശം 2000 അടി ഉയരത്തിൽ വലിയ 6 UFOകൾ വായുവിൽ നിശ്ചലമായിട്ട് നിൽക്കുന്നു. ഡോണറ്റ് ആകൃതിയിലുള്ള അതിന്റെ രൂപം ഹാരോൾഡ് പിന്നീട് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അവ വൃത്താകൃതിയിലുള്ളതും മധ്യഭാഗത്ത് വലിയൊരു ദ്വാരമുള്ളതുമായിരുന്നു. അതായത് കാണുവാനായിട്ട് ഭീമാകാരമായ ഒരു ഡോണറ്റ് പോലെ ഉണ്ടായിരുന്നു. അവയുടെ പുറംഭാഗം തിളങ്ങുന്ന ലോഹം കൊണ്ടുള്ളതായിരുന്നു. അതിൽ വൃത്താകൃതിയിൽ കറുത്ത ജനലുകൾ പോലെയുള്ള ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അവയിൽ 5 എണ്ണം വായുവിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഒരെണ്ണം മാത്രം അവയുടെ നടുവിലായിട്ട് യാതൊരു ചലനവുമില്ലാതെ നിശ്ചലമായിട്ട് നിൽക്കുകയായിരുന്നു. അതിനെന്തോ സാങ്കേതിക തകരാർ സംഭവിച്ചതുപോലെയാണ് ഹാരോൾഡിന് തോന്നിയത്. അവർ നോക്കി നിൽക്കെ നടുവിൽ നിൽക്കുന്ന വിചിത്ര വസ്തുവിൽ നിന്നും കനത്ത ശബ്ദത്തോടെ എന്തോ പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്ത നിമിഷം ആകാശത്തു നിന്നും ബോട്ടിന് മുകളിലേക്ക് ഒരു വലിയ ലോഹമഴ പെയ്യുവാൻ തുടങ്ങി. 2 തരം അവശിഷ്ടങ്ങളാണ് താഴേക്ക് പതിച്ചത്. ഒന്ന്, നന്നായിട്ട് വെളുത്ത വെള്ളി നിറത്തിലുള്ള ഭാരം കുറഞ്ഞ ലോഹ ഫോയിലുകൾ. 2, കറുത്ത കൽക്കരി കരിഞ്ഞതുപോലെയുള്ള ചൂടുള്ള വലിയ ലോഹ കഷ്ണങ്ങൾ. ചൂടുള്ള ഈ അവശിഷ്ടങ്ങൾ വീണ് കടൽ വെള്ളം തിളച്ചു മറിയുവാൻ തുടങ്ങി. അതിൽ ഒരു കഷ്ണം ബോട്ടിലേക്കും തെറിച്ചു വീണു. ആ അപകടത്തിൽ ഹാരോൾഡ് ഡായുടെ പ്രിയപ്പെട്ട വളർത്തുനായ സംഭവ സ്ഥലത്ത് വെച്ച് ചത്തുപോയി. തെറിച്ചു വീണ ചൂടുള്ള അവശിഷ്ടം തട്ടി ഹാരോൾഡിന്റെ മകന്റെ കൈക്ക് ഗുരുതരമായ പരിക്കേറ്റു. പേടിച്ചുപോയ ഹാരോൾഡ് ബോട്ട് വേഗത്തിൽ തീരത്തുള്ളൊരു പാറയിടുക്കിലേക്ക് മാറ്റി നിർത്തി. ആ പരിഭ്രാന്തിക്കിടയിലും തന്റെ കൈവശമുണ്ടായിരുന്ന ക്യാമറ എടുത്ത് ആകാശത്തെ വിചിത്ര വസ്തുക്കളുടെയും താഴെ വീണ അവശിഷ്ടങ്ങളുടെയും ഏതാനും ചിത്രങ്ങൾ പകർത്തി.
അതിനുശേഷം ആ UFOകൾ പസഫിക് ഓഷ്യന് മുകളിലൂടെ അതിവേഗം പറന്ന് അപ്രത്യക്ഷമായി. തീരത്ത് എത്തിയ ഹാരോൾഡ് തന്റെ മകനെ ആശുപത്രിയിലാക്കി. ഈ വിചിത്രമായ സംഭവം അദ്ദേഹം തന്റെ മേലധികാരിയായ ഫ്രെഡ് ക്രിസ്മാൻ എന്ന വ്യക്തിയോട് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞു. ക്രിസ്മാൻ ആദ്യം ഇത് വിശ്വസിച്ചില്ല. എങ്കിലും പിന്നീട് മൗറി ഐലൻഡ് തീരത്ത് പോയിട്ട് അവിടെ ചിതറിക്കിടന്ന വിചിത്രമായിട്ടുള്ള ലോഹാവശിഷ്ടങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. തൊട്ടടുത്ത ദിവസം രാവിലെ ഹാരോൾഡ് ഡായുടെ ജീവിതം മാറ്റിമറിച്ച ആ നിഗൂഢ സന്ദർശനം നടന്നു. ഹാരോൾഡ് ഉറക്കമുണർന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ ഒരു പുതിയ കറുത്ത ബ്യൂക്ക് കാർ വന്നു നിന്നു. അതിൽ നിന്നും കറുത്ത സ്യൂട്ടും കോട്ടുമിട്ട ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾ ഹാരോൾഡിനെ പേരെടുത്ത് വിളിക്കുകയും ഒരു ഹോട്ടലിലേക്ക് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അയാളുടെ ആവശ്യപ്രകാരം ഹാരോൾഡ് ഹോട്ടലിൽ എത്തി. അയാൾ അതുവരെയും ആരോടും ഈ വിവരം പറഞ്ഞിരുന്നില്ല. ഒരിടത്തും ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്നിട്ടും ആ അപരിചിതൻ തലേ ദിവസം മൗറി ഐലൻഡിൽ നടന്ന കാര്യങ്ങൾ, അതായത് അയാളുടെ നായ ചത്തതും മകന് പരിക്കേറ്റതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കടികിട തെറ്റാതെ അയാളോട് പറഞ്ഞു. പിന്നെ അയാൾ ഹാരോൾഡിന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തവും എന്നാൽ തണുത്തതുമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകി. നീ കണ്ട കാര്യങ്ങൾ അത് നിന്റെ മാത്രം അറിവായിരിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് നീ പുറത്തു പറഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അത് നല്ലതായിരിക്കില്ല. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഭയന്നു വിറച്ചുപോയ ഹാരോൾഡ് അയാളുടെ നിർദ്ദേശപ്രകാരം താനെടുത്ത ഫോട്ടോഗ്രാഫുകളുടെ നെഗറ്റീവുകൾ മുഴുവനും ആ നിഗൂഢ മനുഷ്യന് കൈമാറുവാനായിട്ട് നിർബന്ധിതനായി. ഈ സംഭവത്തിന് ശേഷം പേടിച്ചുപോയ ഹാരോൾഡും ഫ്രെഡ് ക്രിസ്മാനും ഈ വാർത്ത ചിക്കാഗോയിലുള്ളൊരു പ്രസാധകനെ അറിയിച്ചു. അദ്ദേഹം ഇത് അന്വേഷിക്കുവാനായിട്ട് അക്കാലത്തെ പ്രശസ്ത UFO പൈലറ്റായിരുന്ന കെന്നത്ത് അർണോൾഡിനെ ചുമതലപ്പെടുത്തി. അർണോൾഡ് വന്ന് അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മിലിറ്ററി ഇന്റലിജൻസിലെ 2 ഉദ്യോഗസ്ഥന്മാരായ ഫ്രാങ്ക് ബ്രൗൺ, വില്യം ഡേവിഡ്സൺ എന്നിവരും അവിടെ എത്തി. അവർ ഹാരോൾഡിന്റെ പക്കലുള്ള ചില ലോഹ കഷ്ണങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ B-25 മിലിറ്ററി വിമാനത്തിൽ മടങ്ങിപ്പോയി. എന്നാൽ വിമാനം ഉയർന്ന മിനിറ്റുകൾക്കകം അതിന് തീ പിടിക്കുകയും ആ 2 മിലിറ്ററി ഉദ്യോഗസ്ഥരും ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന ലോഹാവശിഷ്ടങ്ങൾ ആർക്കും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞുമില്ല. ഈ മരണങ്ങളും തുടർച്ചയായ ഭീഷണികളും ഹാരോൾഡ് ഡായെ പൂർണ്ണമായിട്ടും തളർത്തി. മിലിറ്ററിയും മാധ്യമങ്ങളും അദ്ദേഹത്തെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴദ്ദേഹം തന്റെ മുൻപത്തെ മൊഴികൾ മുഴുവനും മാറ്റി പറഞ്ഞു. മൗറി ഐലൻഡിൽ താൻ കണ്ടത് പറക്കും തളികയല്ലെന്നും ജനശ്രദ്ധ നേടുവാനായിട്ട് വേണ്ടി കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണെന്നും അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവിച്ചു. അങ്ങനെ ഹാരോൾഡ് ഡാ എന്നേക്കുമായിട്ട് മൗനം പാലിച്ചു. ഇനി ഈ കഥയുടെ മറ്റു ചില വശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഗവൺമെന്റ് ഇതൊരു തട്ടിപ്പാണെന്ന് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിച്ച കഥ. ഈ സംഭവത്തെക്കുറിച്ച് അന്നത്തെ FBI ഡയറക്ടറായിരുന്ന J. എഡ്ഗാർ ഹൂവർ നേരിട്ട് അന്വേഷിച്ചു. വിമാനാപകടത്തിൽ 2 മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടതോടെയാണ് FBI ഈ കേസ് ഏറ്റെടുത്തത്. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിയുടെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തുവാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്ത നാടകമാണോ ഇത്? അതായിരുന്നു അവരുടെ സംശയം. FBI ഓഫീസർമാർ ഹാരോൾഡ് ഡായുടെ ബോട്ടും മൗറി ഐലൻഡ് തീരവും മരിച്ചു പെറുക്കി. അവർ കണ്ടെത്തിയ ചില നിർണായക വിവരങ്ങൾ ഇതൊക്കെയായിരുന്നു. ഈ സംഭവം നടന്ന കുറച്ചു കാലത്തിന് ശേഷമാണ് FBI ഉദ്യോഗസ്ഥർ ഹാരോൾഡ് ഡായെയും ഫ്രെഡ് ക്രിസ്മാനെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ തങ്ങളുടെ പേര് പത്രങ്ങളിൽ വരുവാനും പണം ഉണ്ടാക്കുവാനും വേണ്ടി കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയായിരുന്നു ഇതെന്ന് ഹാരോൾഡ് ഡാ സമ്മതിച്ചു. ആകാശത്തു നിന്നും വീണു എന്ന് പറയുന്ന കറുത്ത ലോഹ കഷ്ണങ്ങൾ UFOയുടെ അല്ല, മറിച്ച് ആ പ്രദേശത്തിനടുത്തുള്ള ഒരു ഇരുമ്പ് ഉരുക്കൽശാലയിൽ നിന്നും പുറന്തള്ളിയ സാധാരണ കൽക്കരി അവശിഷ്ടങ്ങളായിരുന്നു. ഹാരോൾഡ് ഡായും ക്രിസ്മാനും അവിടെ നിന്നും ഇത് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നതാണ്. ഡായുടെ മകൻ അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടില്ലെന്നും അവരുടെ വളർത്തുനായ ചത്തില്ലെന്നും FBI കണ്ടെത്തി. ആളുകളുടെ സഹതാപവും വിശ്വാസവും നേടുവാൻ വേണ്ടി അവർ പറഞ്ഞ വലിയൊരു കള്ളമായിരുന്നിത്. ഈ കഥയിലെ ഏറ്റവും നിഗൂഢനായ വ്യക്തി ഹാരോൾഡ് ഡായുടെ മേലധികാരിയായ ഫ്രെഡ് ക്രിസ്മാൻ ആയിരുന്നു. FBIയുടെ റിപ്പോർട്ട് പ്രകാരം ഇയാൾ വെറും ഒരു സാധാരണക്കാരനായിരുന്നില്ല. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ US ആർമി എയർഫോഴ്സിലെ പൈലറ്റായിരുന്നു ക്രിസ്മാൻ. അയാൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ കണ്ണു വെട്ടിച്ച പല രഹസ്യ ഇടപാടുകളും നടത്തിയിരുന്നു. അക്കാലത്ത് ക്രിസ്മാൻ കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്നതിൽ ബഹുമിടുക്കനായിരുന്നു. UFOയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് പത്രങ്ങളിൽ വലിയ പ്രാധാന്യം കിട്ടുന്നത് കണ്ടാണ് ഇവർ ഇങ്ങനെയൊരു നാടകം പ്ലാൻ ചെയ്തത്. ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സ്വന്തം മകന് പരിക്കേറ്റു എന്നും വളർത്തുനായ ചത്തുപോയെന്നും വരെ ഇവർ കള്ളം പറഞ്ഞു. പത്രങ്ങളിൽ വലിയ രീതിയിൽ UFO വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ കോലാഹലത്തിനിടയിലൂടെ എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തുവാനായിട്ട് ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് FBI സംശയിച്ചു. മിലിറ്ററി ഉദ്യോഗസ്ഥർ മരിച്ച വിമാനാപകടം ഒരു സത്യമായിരുന്നു. എന്നാൽ അത് UFOയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയതുകൊണ്ടല്ല, മറിച്ച് ആ വിമാനത്തിന്റെ എഞ്ചിന് സംഭവിച്ച സാങ്കേതിക തകരാറ് മൂലമായിരുന്നു. ഇത് വ്യോമസേനയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 2 പേർ ആ അപകടത്തിൽ മരിച്ചുവെങ്കിലും 2 പൈലറ്റുമാർ പരിക്കുകളുമായിട്ട് രക്ഷപ്പെട്ടിരുന്നു. എഡ്ഗാർ ഹൂവർ ഈ കേസിന്റെ ഫയലുകൾ പരിശോധിച്ച ശേഷം കർശനമായ ഉത്തരവിറക്കി. ഹാരോൾഡ് ഡായും ക്രിസ്മാനും മിലിറ്ററിയെയും ഗവൺമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ച് 2 ഓഫീസർമാരുടെ മരണത്തിന് കാരണക്കാരായി. അതുകൊണ്ട് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ അവർക്കെതിരെ ആരും കേസെടുത്തില്ല. അതിനുള്ള കാരണം ഇതായിരുന്നു. ഈ കേസ് കോടതിയിലെത്തിയാൽ മിലിറ്ററിയുടെ B-25 വിമാനം തകർന്നതിന്റെ കൂടുതൽ രഹസ്യങ്ങൾ പത്രങ്ങൾ വഴി പുറത്താകുമെന്ന് ഭയന്ന് ഗവൺമെന്റ് ആ നീക്കം ഉപേക്ഷിച്ചു.
പകരം ഈ സംഭവത്തെക്കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടരുതെന്ന് ഇവർക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി. അതിനർത്ഥം അവർക്കെന്തോ മറയ്ക്കുവാനായിട്ട് ഉണ്ടായിരുന്നു എന്നാണ്. ഹാരോൾഡ് ഡായെ അന്ന് കാണുവാനായിട്ട് വന്ന കറുത്ത സ്യൂട്ടിട്ട നിഗൂഢ മനുഷ്യൻ അന്യഗ്രഹ ജീവിയോ അങ്ങനെ തുടങ്ങിയ ഒന്നുമല്ലായിരുന്നു. മറിച്ച് ഡായെ ചോദ്യം ചെയ്യുവാനും ഭീഷണിപ്പെടുത്തുവാനുമായിട്ട് എത്തിയ FBI അല്ലെങ്കിൽ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു. അക്കാലത്ത് FBI ഓഫീസർമാരുടെ ഔദ്യോഗിക വേഷം കറുത്ത സ്യൂട്ടും കറുത്ത ഹാറ്റും കറുത്ത കോട്ടുമായിരുന്നു. ഗവൺമെന്റിന്റെ രഹസ്യ ഏജന്റുമാർ തന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം ഡാ പരോക്ഷമായിട്ട് പുറത്തു പറഞ്ഞു. ഇതാണ് പിൽക്കാലത്ത് ജനങ്ങൾക്കിടയിൽ മെൻ ഇൻ ബ്ലാക്ക് എന്ന കഥ പ്രചരിക്കുവാനായിട്ട് കാരണമായത്. മൗറി ഐലൻഡ് ഇൻസിഡന്റ് വെറും ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞ FBI-യും ഗവൺമെന്റും ഈ കേസ് ഒതുക്കി തീർക്കുവാനായിട്ട് നോക്കിയെങ്കിലും UFO വാദികളും ഇൻവെസ്റ്റിഗേറ്റർമാരും ഭരണകൂടത്തിന് നേരെ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഇവരുടെ വായ അടപ്പിക്കുവാനായിട്ട് നോക്കിയ അധികാരികൾക്ക് മുൻപിൽ ഇന്നും ഉത്തരമില്ലാതെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. ചോദ്യം 1. ഇത് വെറും ഒരു തട്ടിപ്പാണെങ്കിൽ എന്തിനാണ് FBI ഡയറക്ടർ നേരിട്ട് ഈ കേസിൽ ഇടപെട്ടത്? 2 സാധാരണക്കാർ പത്രങ്ങളിൽ പേര് വരുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ തട്ടിപ്പ് കഥ മാത്രമായിരുന്നു ഇതെങ്കിൽ FBI-യുടെ ചീഫായ J. എഡ്ഗാർ ഹൂവർ നേരിട്ട് ഈ കേസിന്റെ ഫയലുകൾ പരിശോധിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് എന്തിനാണ്? രാജ്യം നേരിടുന്ന വലിയ വലിയ സുരക്ഷാ ഭീഷണികളിൽ മാത്രം ഇടപെടുന്ന ഹൂവർ ഇതിനു പിന്നാലെ മാസങ്ങളോളം നടന്നത് എന്തിനാണ്? എന്തോ ഒരു വലിയ രഹസ്യം ഇതിനു പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണിത്. ചോദ്യം 2. സൈനിക ഉദ്യോഗസ്ഥരുടെ മരണത്തിന്റെ രഹസ്യം എന്താണ്? ഹാരോൾഡ് ഡായുടെ പക്കൽ നിന്ന് ലോഹ കഷ്ണങ്ങൾ വാങ്ങി മടങ്ങിയ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർമാരായ ഫ്രാങ്ക് ബ്രൗണും വില്യം ഡേവിഡ്സണും സഞ്ചരിച്ച B-25 വിമാനം തകർന്നു വീണത് എങ്ങനെയാണ്? വ്യോമസേന ഇതിനെ ഒരു സാധാരണ എഞ്ചിൻ തകരാറെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മറ്റു 2 പേർ പറഞ്ഞത് വിമാനത്തിന്റെ ഒരു ചിറക് വായുവിൽ വെച്ച് തനിയെ പൊട്ടിത്തെറിച്ചു എന്നാണ്. ആ വിമാനം മനഃപൂർവ്വം ആരെങ്കിലും വെടിവെച്ചിട്ടതാണോ? അതോ അതിലുണ്ടായിരുന്ന അന്യഗ്രഹ ലോഹത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി മൂലമായിരിക്കുമോ അത് തകർന്നത്? ചോദ്യം 3. അപ്രത്യക്ഷമായ ലോഹാവശിഷ്ടങ്ങൾ എവിടെ പോയി? അപകടം നടന്ന സ്ഥലത്തു നിന്നും മരിച്ച ഓഫീസർമാരുടെ ജഡങ്ങളും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും സൈന്യം കണ്ടെടുത്തു. എന്നാൽ ഹാരോൾഡ് ഡാ നൽകിയതും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നതുമായ ലോഹ കഷ്ണങ്ങൾ എങ്ങോട്ട് പോയി? അപകട സ്ഥലത്തു നിന്നും അവ ആർക്കും ലഭിച്ചില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഗവൺമെന്റ് അത് രഹസ്യമായിട്ട് വല്ല മിലിറ്ററി ലാബുകളിലേക്ക് മാറ്റിയതായിരിക്കുമോ? ചോദ്യം 4. ഇത് വെറും ഒരു തട്ടിപ്പാണെങ്കിൽ ഗവൺമെന്റിന് ഈ കേസിന്റെ ഫയലുകൾ പരസ്യമാക്കാമായിരുന്നു. എന്നാൽ മൗറി ഐലൻഡ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട മിലിറ്ററിയും FBI-യും കണ്ടെത്തിയ കാര്യങ്ങൾ ടോപ്പ് സീക്രട്ട് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് എന്ന നിലയിലാണ് സൂക്ഷിച്ചത്. ഒരു കള്ളക്കഥയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? ചോദ്യം 5. ഹാരോൾഡ് ഡായുടെ സുഹൃത്തും മേലധികാരിയുമായ ഫ്രെഡ് ക്രിസ്മാനെ ഒരു തട്ടിപ്പുകാരനായിട്ട് ചിത്രീകരിക്കുവാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ F. കെന്നഡിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച വാറൻ കമ്മീഷൻ രേഖകളിൽ ഫ്രെഡ് ക്രിസ്മാന്റെ പേര് പറയുന്നുണ്ട്. ഇയാൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ അതീവ രഹസ്യമായിട്ടുള്ള മിഷനുകളിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ വെറും ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടി, അതായത് പത്രത്തിൽ തന്റെ പേര് വരുവാൻ വേണ്ടി ഇങ്ങനൊരു കള്ളക്കഥ മെനഞ്ഞുവെന്ന വാദം എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയും? UFO വാദികളുടെ നിഗമനം ഇതാണ്. ഹാരോൾഡ് ഡാ അന്ന് കണ്ടത് 100% സത്യമായിരുന്നു. എന്നാൽ ആ ലോഹാവശിഷ്ടങ്ങൾ പരിശോധിച്ച മിലിറ്ററി ഓഫീസർമാർക്ക് അത് ഭൂമിയിലെ അല്ല എന്ന് മനസ്സിലായി. അതോടെ ഈ സത്യം പുറത്താകാതിരിക്കുവാനായിട്ട് ഗവൺമെന്റ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി. അത് വെറും ഒരു തട്ടിപ്പാണെന്ന് അവർ വരുത്തി തീർത്തു. മെൻ ഇൻ ബ്ലാക്കിന്റെ ഭീഷണിയെ ഭയന്ന് മാത്രമാണ് ഹാരോൾഡ് ഇതെല്ലാം മാറ്റി പറഞ്ഞത്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള മൗറി ഐലൻഡ് ഇൻസിഡന്റ്. മെൻ ഇൻ ബ്ലാക്കിന്റെ കഥകളുടെ ഒരു തുടക്കം മാത്രമാണിത്. ഏകദേശം ഈ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 10 കഥകൾ ചെയ്യുവാനുണ്ട്. വരും വീഡിയോകളിൽ, അതായത് 30ാമത്തെ എപ്പിസോഡിൽ നമുക്കതെല്ലാം വിശദമായിട്ട് കാണാം. രസകരമായിട്ടുള്ള കഥകളാണ് ഇനി വരുന്നത്.